Good morning, my dears. Today, our next topic, operations management, interaction of operations management with other areas. Then, ഇപ്പോൾ നമ്മൾ ഏകദേശം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ദെൻ അതിൽ ഇൻട്രാക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വിത്ത് അതർ ഏരിയാസ്, അതായത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് മറ്റുള്ള മേഖലയുമായിട്ട് എത്രമാത്രം ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇൻട്രാക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വിത്ത് അതർ ഏരിയാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ 3 മേജർ ഫങ്ഷൻസ്, ദാറ്റ് ഈസ് മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻസ്. നമുക്കറിയാം ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ മേജർ ഫങ്ഷൻസ് ആയിട്ടുള്ള ഫിനാൻസ്, മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഇത് മൂന്നാണ് മേജർ ഫങ്ഷൻസ്. അതിലൊന്നാണ് ഇത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വി വാണ്ട് ടു നോ ഹൗ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ്. വി ഓൾസോ വാണ്ട് ടു നോ വാട്ട് ഓപ്പറേഷൻസ് മാനേജേഴ്സ് ഡു. Operations management is such a costly and valuable activity of an organization. തീർച്ചയായിട്ടും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, എങ്ങനെയാണ് സാധനങ്ങളോ സേവനങ്ങളോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഒരു ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹൗ ടു പ്രൊഡ്യൂസ് ഗുഡ് സർവീസസ് എന്നൊക്കെ പറയുന്നത്. വി ഓൾസോ വാണ്ട് ടു നോ വാട്ട് ഓപ്പറേഷൻ മാനേജേഴ്സ് ഡു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ദെൻ അവിടെ എന്ത് വേണം, എങ്ങനെയാണ് ഈ മാനേജേഴ്സ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് സച്ച് എ കോസ്റ്റ്ലി ആൻഡ് വാല്യുബിൾ ആക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി കീ ഫങ്ഷൻ ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ ആയല്ലോ. ദെൻ ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഫങ്ഷൻ മാത്രമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് പല ഏരിയാസുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം, ബിസിനസ്, അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്ന പല മേഖലകളുമായിട്ടും, ഫിനാൻസ് മേഖലയുമായിട്ടും മാർക്കറ്റിംഗ് മേഖലയുമായിട്ടൊക്കെ പരസ്പരം അത് ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഇതാണ്, ഇൻട്രാക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വിത്ത് അതർ ഏരിയാസ്. അതായത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എത്രമാത്രം മറ്റുള്ള ഏരിയാസുമായിട്ട് ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ദെൻ അവിടെ ആൻ ഓർഗനൈസേഷൻ കൺസിസ്റ്റ് മെയിൻലി 3 ഫങ്ഷണൽ സിസ്റ്റം, ദാറ്റ് ഈസ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ഫിനാൻസ്. 3 ഫങ്ഷൻസിലെ ആൻ ഓർഗനൈസേഷൻ കൺസിസ്റ്റ് മെയിൻലി ഓഫ് 3 ഫങ്ഷണൽ സബ് സിസ്റ്റം, ദാറ്റ് ഈസ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ്. The marketing functions of an organization aims to promote its product among customers, which helps to obtain sales orders. നമുക്കറിയാവുന്ന പോലെ മേജറായിട്ടുള്ള 3 ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫിനാൻസും അതുപോലെ തന്നെ മറ്റൊന്ന് മാർക്കറ്റിംഗ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഇവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് അല്ലേ, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ദറ്റ് ഈസ് ഫിനാൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നമുക്കെന്ത് പറയാം ഇവിടെ ഫിനാൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ്. കണ്ടോ, 3 ഫങ്ഷണൽ ഏരിയാസാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിൽ ഏതൊക്കെയാണ് 3 ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത്? ഒന്ന് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അപ്പോൾ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫിനാൻസ് ആയിരിക്കാം, ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ്, next one is operations management. These are the other areas of operations management എന്ന് പറയാം. An organization consists mainly 3 functional subsystem. ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന തന്നെ 3 ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ്, സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്ഷൻ ആൻഡ് ഫിനാൻസ് ഫങ്ഷൻ. ഈ പ്രൊഡക്ഷൻ ഏരിയാസിനെയാണ് നമ്മൾ എന്താ പറയുക, ഓപ്പറേഷൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. The marketing functions of an organization aims to promote its product among customers with the help of obtain sales orders. Marketing functions എന്ന് പറയുന്നത്, marketing functions of an organization aims to promote its product among customers with the help to obtain sales orders. Sales ordersനനുസരിച്ച് അവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്, എത്രമാത്രം ഓർഡേഴ്സ് ഉണ്ട് അത് കളക്ട് ചെയ്യുക, അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഫംഗ്ഷനാണ് മാർക്കറ്റിങ്ങിൽ വരിക. ദസ് ഇൻ ടേൺ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു പ്രൊഡക്ഷൻ സബ് സിസ്റ്റം വിച്ച് ഈസ് കൺസേൺ വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ആൻ ഐറ്റം ഓഫ് പ്രൊവിഷൻ ഓർ സർവീസസ്. നമുക്കറിയുന്ന പോലെ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ ടു കളക്ട് സെയിൽസ് ഓർഡേഴ്സ്,
ആൻഡ് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന, അതായത് സെയിൽസ് ഓർഡേഴ്സ് എടുക്കുകയും അതിനനുസരിച്ച് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് അവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഫംഗ്ഷൻ അവിടെ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടൊരു സബ് സിസ്റ്റം ഉണ്ടായിരിക്കണം, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. Then അവിടെ this means that the available facilities also need to manage to meet the current market requirement. The manufacture the product are as per specification. Then according to predetermined production plans, the finance function provides authorization to control to all other systems to utilize money more effectively through a well defined finance plan. തീർച്ചയായിട്ടും ഈ മാർക്കറ്റിംഗ് പ്ലാൻ സക്സസ് ചെയ്യണമെങ്കിൽ ശരിയായിട്ടുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ എയ്ഡ് ചെയ്യാനായിട്ട് അവിടെ എന്തുണ്ടായിരിക്കണം, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ, വളരെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫിനാൻസ് യൂട്ടിലൈസ് ചെയ്യപ്പെടണം. ഇത് കൂടാതെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് എ ഫംഗ്ഷൻ പ്ലാൻസ് പ്രൊവൈഡ്സ് മാൻ പവർ ടു ഓൾ അതർ സബ് സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ. ഇത് കൂടാതെ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് HR ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ടു സപ്ലൈ ദ മാൻ പവർ, പ്രോപ്പറായിട്ടുള്ള മാൻ പവറാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. മാൻ പവർ ടു ഓൾ അതർ സബ് സിസ്റ്റം ഓൾ ദി ഓർഗനൈസേഷൻ ബൈ പ്രോപ്പർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം. ഇറ്റ് ഓൾസോ മോണിറ്റേഴ്സ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ് ബൈ പ്രോപ്പർ മോട്ടിവേഷൻ ഫോർ ടാർഗറ്റഡ് റിസൾട്ട്. Thus, we can see that all the subsystems of an organization are mutually interlinked. They cannot work in isolation. അതായത് അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇങ്ങനെ ഓരോന്നിൻ്റെയും പ്രാധാന്യത്തെ പറ്റി പറയാം. ഫിനാൻസ് ആണെങ്കിൽ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻസ് ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ഫൈനാൻഷ്യൽ റിസോഴ്സസ്. ഇതൊക്കെയാണ് ഒരു ഫിനാൻസ് ഫംഗ്ഷനിൽ മെയിനായിട്ട് പറയുന്നത്. എപ്പോഴും ഫിനാൻസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തിയിരിക്കണം. ഒരു ബ്ലോക്കും ഇല്ലാതെ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കണം. ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഫൈനാൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അവിടെ ഈക്വലൈസ് ചെയ്യപ്പെടുക. സെയിൽസ് ഓർഡേഴ്സ് കളക്ട് ചെയ്യുക, അതിനനുസരിച്ച് പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിക്കുക, കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെ മാർക്കറ്റിങ്ങിനെയും ഫിനാൻസിനെയും എല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് പ്രവർത്തിക്കുന്നുണ്ടാവുക, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിനവിടെ പറയുന്നത് ദസ് വി ക്യാൻ സീ ദാറ്റ് ഓൾ ദി സബ് സിസ്റ്റംസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആർ മ്യൂച്വലി ഇൻ്റർലിങ്ക്ഡ്. അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ദേ കനോട്ട് വർക്ക് ഇൻ ഐസൊലേഷൻ. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. ദേ കനോട്ട് വർക്ക് ഇൻ ഐസൊലേഷൻ, ഒറ്റപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദീസ് ആർ ദി സബ് സിസ്റ്റംസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇതെല്ലാം ഒരു സ്ഥാപനത്തിൻ്റെ സബ് സിസ്റ്റം എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. എ കംപ്ലീറ്റ് ഇൻറ്റിഗ്രേഷൻ ഓഫ് ഓൾ ദ ഫങ്ഷൻസ് subsystems of an organization are absolutely essential for the effective functioning and achievement of desired result. അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവണമെങ്കിൽ എ കംപ്ലീറ്റ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഓൾ ദി ഫങ്ഷൻസ് subsystems of an organization are absolutely essential for the effective functioning and achievement of desired result. ക്ലിയർ ആണല്ലോ? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം വളരെ ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം. എ ബിസിനസ് ഹാവ് ഓപ്പറേഷൻസ് വിത്തിൻ ദം അറ്റ് എ മൈക്രോ ആൻഡ് മാക്രോ ലെവൽ. ഓപ്പറേഷൻസ് ആസ് ഫങ്ഷൻ ഇൻറ്റഗ്രേറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ഫിനാൻസ്, എൻജിനീയറിംഗ് ആൻഡ് അതർ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയ ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ, എൻജിനീയറിംഗ്, അക്കൗണ്ടിങ് ആൻഡ് അതർ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഓൾ മാനേജേഴ്സ് നീഡ് ടു ഹാവ് നോളജ് ഓഫ് ഓപ്പറേഷണൽ പ്രാക്ടീസ്. Many of the senior jobs with other are all filled by people who have had operational management experience. Operations management is then both a generic issue as well as functional part of a firm. Okay, the next one is all business organization will have three basic functional areas: finance, marketing and operations. It is true for all business organization.
അതായത് എല്ലാ ഓർഗനൈസേഷനും 3 ഫങ്ഷണൽ ഏരിയാസാണ് നമ്മൾ ഈ പിക്ചറിൽ പറഞ്ഞിരിക്കുന്ന പോലെ. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഫിനാൻസ് മാനേജ്മെൻറ്റുമാണ്. ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ ബിസിനസ് ഓർഗനൈസേഷൻ. Does not matter whether the business is retail store, hospital, manufacturing firm or some other type of businesses. Finance is responsible for securing adequate financial resources at a favorable rate, allocating those resources without the organization for various activities including operation. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെക്യൂറിങ് ആഡിക്വേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെക്യൂറിങ് ആഡിക്വേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ശരിയായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആഡിക്വേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് മതിയായിട്ടുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ അതുമൂലം അത് ബ്ലോക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്നതൊന്നും ഇല്ലാതെ എല്ലാം കറക്റ്റായിട്ട് റൺ ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പറയുന്നത്. മാർക്കറ്റിംഗ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അസർട്ടൈനിങ് കൺസ്യൂമർ വാണ്ട്സ് ആൻഡ് നീഡ്സ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലായ്പ്പോഴും കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശം തന്നെ. ദെൻ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അസർട്ടൈനിങ് കൺസ്യൂമർ വാണ്ട്സ് ആൻഡ് നീഡ്സ്. കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ കണ്ടെത്തുകയും അതിനനുസരിച്ച് അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സോ സർവീസസോ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Operations are primarily responsible for producing the goods or providing the services offered by the organization. അവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്പറേഷൻസ് ആർ പ്രൈമർലി റെസ്പോൺസിബിൾ. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ഓഫേർഡ് ബൈ ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനം എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഗുഡ് സർവീസ് ആവാം, ബാങ്കിങ് സർവീസ് ആവാം, ഹോസ്പിറ്റൽ അത്തരത്തിലുള്ള സർവീസ് ആവാം, എഡ്യൂക്കേഷൻ സർവീസസ് ആയിരിക്കാം, ഹെയർ കട്ടിങ് സർവീസസ് ആയിരിക്കാം, ടൈലറിങ് സർവീസസ് ആയിരിക്കാം, എന്തോ ആവട്ടെ, എന്ത് സർവീസാണോ പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ ദെൻ അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ദ ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ഓഫേർഡ് ബൈ ദ ഓർഗനൈസേഷൻ. അവർ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനം പ്രൈമർലി ഗുഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിളാണ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദാറ്റ് കോർ ആക്ടിവിറ്റി. അപ്പോൾ അവിടെ ശരിക്കും പറയാ വെച്ചാൽ അതിൻ്റെ കോർ ആക്ടിവിറ്റി, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ്. ഒരു ഹോട്ടലാണെങ്കിൽ ആ ഹോട്ടലിൽ ബെസ്റ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അവിടെ ആ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് എന്നുള്ളതാണ്. അവിടെ പ്രൊഡ്യൂസിങ് എന്ന് പറയുമ്പോൾ ഫുഡ് പ്രിപ്പറേഷനാണ്, ശരിയായിട്ടുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ടൈലറിങ് ഷോപ്പിനെ സംബന്ധിച്ചിട്ട് അവർ ഓഫർ ചെയ്യുന്ന സർവീസസ് എന്ന് പറയുമ്പോൾ സ്റ്റിച്ചിങ്, ശരിക്കും ഒരു കൺസ്യൂമേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഡ്രസ്സസ് തയ്ച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദി സർവീസ്. അവിടെ ഇപ്പോൾ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മേക്കിംഗ് ഡ്രസ്സസ് എന്ന് പറയുന്നതാണ് അവരുടെ കോർ ആക്ടിവിറ്റി, അല്ലേ? ബാങ്കിങ് സർവീസസിൽ കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള പണമിടപാടുകളൊക്കെ നടത്തി കൊടുക്കുക എന്ന് പറയുന്ന ആ കോർ ആക്ടിവിറ്റി അതാണ്. അപ്പോൾ എവിടെയാണോ അതിൻ്റെ കോർ ആക്ടിവിറ്റി ഇരിക്കുന്നത്, ആ കോർ ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ പറയുന്ന ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Then operations management is operation are those core activity in a business organization managing the core activity. Hence operations management is the management of systems process that create goods and or provide services. The creation of goods and services involves transforming or converting input into output. അവിടെ the creation of goods or services, സാധനങ്ങളോ സേവനങ്ങളോ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, the creation of goods or services involves transforming or converting goods input into output. അതായത് നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് അവിടെ എന്ത് പറയുന്നത്, ദറ്റ് ഈസ് ഓപ്പറേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേരിയസ് ഇൻപുട്സ് സച്ച് ആസ് ക്യാപിറ്റൽ, labor, information are used to create goods or services using one or more transformation process, that is storing, transporting, cutting, etc., to ensure that a desired output are obtained. Measurements are taken at various points in the transformation process. Then measurements are taken at the various points in the transformation process. Establish a standard to determine whether corrective actions to be needed. ഇവിടെ നമ്മൾ ഒരു കൺവെർഷൻ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്. ആ കൺവെർഷൻ പ്രോസസ്സിൽ
അപ്പോൾ നമ്മളിതൊരു ഓർഗനൈസേഷൻ്റെ പിക്ചറാണിത് തന്നിരിക്കുന്നത്. interaction of operations management with other areas, mainly operations management closely related to finance and marketing എന്ന് പറയാം. ഇവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ്. ആ ഇൻപുട്ടിൻ്റെ കൺവേർഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് ദെൻ അതിനുശേഷം അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദറ്റ് ഈസ് കണ്ടോ. ദെൻ ഇതാണ് അവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്കറിയാം, മുന്നേ നമ്മളിതിൽ പഠിച്ചിട്ടുണ്ട് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ലിങ്ക് എങ്ങനെയാണെന്നുള്ളത്. കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സാണ് അവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് അതർ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് അതർ റിസോഴ്സസ് ഇൻഫർമേഷൻ. എന്തൊക്കെയാണ് ഇൻപുട്ടിൽ വരിക? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് അതർ ഇൻഫർമേഷൻസ്. ഇതെല്ലാം ഏതിൽ വരും? ഇൻപുട്ട് റിസോഴ്സസ് ആയിട്ട് എടുക്കാം. ഈ ഇൻപുട്ട് റിസോഴ്സസിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ ദെൻ ഇത് എന്താക്കി മാറ്റുന്ന പ്രോസസ്സാണ്? ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 ഫങ്ഷണൽ ഏരിയാസ് പറഞ്ഞു: ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ്. ദ എസൻസ് ഓഫ് ദി ഓപ്പറേഷൻസ് ഫങ്ഷൻ ഈസ് ടു ആഡ് വാല്യൂ ഡ്യൂറിങ് ദ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്. ഇതിൽ ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് ആഡഡ് വാല്യൂ. മുൻപേ പഠിച്ചിട്ടുണ്ട് ആഡഡ് വാല്യൂ. വെറുതെ നമ്മൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മളതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചാൽ അതൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ്. ചിലതാണെങ്കിൽ അത് വളരെ ടേസ്റ്റുള്ള ഫുഡാവും, ചിലത് ഒട്ടും നന്നാവില്ല. അവിടെ എന്താ പറയുക, ആഡഡ് വാല്യൂ, വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് അവിടെ ആഡഡ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തും എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം അല്ലേ. അപ്പോൾ ഏതാണോ ഏറ്റവും ടേസ്റ്റ്ഫുള്ളായിട്ട് വരിക, ഞാൻ അവിടെ ആഡഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു പെന്ന് മേടിക്കുകയാണെങ്കിൽ കൂടെ ആ പെന്നിനും പോലും നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാൾ മൂല്യമുള്ളതായിട്ട് നമുക്കത് ഫീൽ ചെയ്യണം. അപ്പോൾ ആ ഒരു കൺവേർഷൻ പ്രോസസ്സാണ് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ആഡഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. The essence of operations function is to add value during the transformation process. ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൽ അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യപ്പെടണം. വാല്യൂ ആഡഡ് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്സ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ പ്രൈസ് ഓഫ് ഔട്ട്പുട്ട്. ദെൻ അവിടെ നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ, ദ എസൻസ് ഓഫ് ദി ഓപ്പറേഷൻസ് ഫങ്ഷൻ, ഒരു ഓപ്പറേഷൻ ഫങ്ഷൻസിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ടു ആഡ് വാല്യൂ ഡ്യൂറിങ് ദ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്. അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൽ അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യപ്പെടണം. വാല്യൂ ആഡഡ് ഈസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഇൻപുട്ട് ആൻഡ് വാല്യൂ ഓഫ് പ്രൈസ് ഓഫ് ഔട്ട്പുട്ട്. അതായത് അവിടെ ഇൻപുട്ടിൻ്റെ വാല്യൂയും ഔട്ട്പുട്ടിൻ്റെ വാല്യൂയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ എന്താണ്, ആഡഡ് വാല്യൂ എന്ന് പറയുന്ന പോയിൻറ്റിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ദെൻ പിന്നെ നമ്മൾ പഠിച്ചിട്ട് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ വാല്യൂ ആഡ് ചെയ്യപ്പെടുക. ദാറ്റ് ഈസ് വാല്യൂ അഡീഷൻ വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാല്യൂ അഡീഷനിലെ ഇൻപുട്ട്, ഈ ഇൻപുട്ടിന് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇൻഫർമേഷൻ, ടെക്നോളജി എക്സെട്ര, ഇതെല്ലാം ഇൻഫർമേഷനാണ്. ഈ ഇൻപുട്സ് എല്ലാം തന്നെ കൺവേർഷൻ പ്രോസസ്സിലൂടെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. ഈ എല്ലാ ഇൻപുട്ടിനെയും ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. ദെൻ ഈ ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് കണ്ടോ, ഈ ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, ദെൻ ഈ ഫീഡ്ബാക്ക് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദറ്റ് ഈസ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫീഡ്ബാക്ക്. ദെൻ ഇതിന് ശേഷം നമ്മളവിടെ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺട്രോളിങ് പ്രോസസ്സ് കൂടെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഇൻപുട്ട്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഔട്ട്പുട്ട്. ക്ലിയർ ആയല്ലോ, ഇൻപുട്ട്, ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട്. ദ ഓപ്പറേഷൻസ് ഫങ്ഷൻസ് ഇൻവോൾവ് ദ കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്.
Then, in order to work together successfully, everyone need to understand not only their own role, they also understand the role of others. അതായത് ഒരാളുടെ മാത്രമോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ഒരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അവിടെ എന്താണ്, എല്ലാം തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് സെൻട്രൽ ടു ദ ഫങ്ഷനിങ് ഓഫ് ഓൾ ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ പ്രാക്ടീസ്. എല്ലാ ആക്ടിവിറ്റിയുടെയും സെൻട്രൽ ഫങ്ഷനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ മാർക്കറ്റിംഗ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഉണ്ട്, then പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് ഉണ്ട്, അല്ലേ, സർവീസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ കുറേ ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ദെൻ ഈ ഫങ്ഷൻസിലൊക്കെ ഒരു കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് ആണ്. Operations management central to the functioning of all business organization, and in practice there is significant interfacing and collaboration among the various functional areas. മറ്റുള്ള ഫങ്ഷണൽ ഏരിയാസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഫങ്ഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഇൻവോൾവിങ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കോപ്പറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. That is, although the three primary functions in business organization perform different activities, that is involving operations, marketing and financing. These are the three functional areas. മുൻപ് പറഞ്ഞ പോലെ these are the three functional areas. Finance and operations management personnel cooperatively by exchanging information and expertise in such activities as the following. അവിടെ പറയുന്നുണ്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റും ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ദെൻ അവിടെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുമ്പോൾ ഫോർ ബഡ്ജറ്റിംഗ്, എക്കണോമിക് അനാലിസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ്, പ്രൊവിഷൻ ഓഫ് ഫണ്ട്സ് എക്സെട്ര. ബഡ്ജറ്റിംഗിലെ ബഡ്ജറ്റ് മസ്റ്റ് ബി പീരിയോഡിക്കലി പ്രിപ്പയർഡ് ടു പ്ലാൻ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ബഡ്ജറ്റ് മസ്റ്റ് സംടൈംസ് ബി അഡ്ജസ്റ്റഡ് ആൻഡ് പെർഫോമൻസ് റിലേറ്റഡ് ടു ദ ബഡ്ജറ്റ് മസ്റ്റ് ബി ഇവാലുവേറ്റഡ് ആണ്. അവിടെ ശരിക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ ബഡ്ജറ്റ് നിലനിൽക്കുന്നത്, അല്ലേ. എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, എത്രമാത്രം ബഡ്ജറ്റ്, എത്രമാത്രം അതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് വേണ്ടി വരും എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബഡ്ജറ്റിങ്ങിലൂടെ ക്ലോസ്ലി. അപ്പോൾ അവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ എത്രമാത്രം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ക്ലോസ്ലി റിലേറ്റഡ് ടു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ വൺ ഓഫ് ദി പോയിൻ്റ് ആണ് നമുക്ക് പറയുന്നത് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് എക്കണോമിക് അനാലിസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ഓർ പ്രൊപ്പോസൽസ്. Evaluation of alternative investment in plant and equipment requires input from both operations and finance people. Economic analysis of investment proposal. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലും that is evaluation of alternative investment in plant and equipment requires input from both operations and ഫിനാൻസ് പീപ്പിൾ. അതിൽ ഏത് രീതിയിലാണ് നമ്മൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെ പറയുന്ന എക്കണോമിക് അനാലിസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ്. ദെൻ അതിൽ തേർഡ് പോയിന്റ് നമ്മളോട് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ഫണ്ട്സ്. പ്രൊവിഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നതാണ്. അതിലെ നെസസറി ഫണ്ടിങ് operations and the amount and timing of funding can be important and even critical when funds are tight. Careful planning and help avoid cash flow problems. അപ്പോൾ അതിനാവശ്യമായിട്ട് ഇനി ഫണ്ട് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് മതിയായിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം കണ്ടോ. ദെൻ നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് മാർക്കറ്റിംഗ് ഈസ് ഫോക്കസിങ് ഓൺ സെല്ലിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. മാർക്കറ്റിംഗ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ അസസിങ് കസ്റ്റമർ വാണ്ട്സ് ആൻഡ് നീഡ്സ് ആൻഡ് ഫോർ ദോസ് ടു ഓപ്പറേഷൻസ് പീപ്പിൾ ആൻഡ് ഡിസൈൻ പീപ്പിൾ ലോങ് ടേം. ദാറ്റ് ഈസ് ഓപ്പറേഷൻസ് നീഡ്സ് ടു ഇൻഫർമേഷൻ അബൌട്ട് ഡിമാൻഡ് ഓവർ ദ ഷോർട്ട് ടു intermediate term so that it can plan accordingly. That means marketing is one of the important activity of business organization. Then that means it provide good quality product to customers and to ensure the satisfaction level of the customers. കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എൻഷുർ ചെയ്യാന്നുള്ളതും അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ശരിയായിട്ടുള്ള സമയത്ത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നമ്മൾ ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഡിസൈൻ പ്രൊഡക്ഷൻ മസ്റ്റ് വർക്ക് ക്ലോസ്ലി ടുഗദർ ടു സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ഡിസൈൻ ചേഞ്ചസ് ആൻഡ് ടു ഡെവലപ്പ് ആൻഡ് പ്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റ്. അവിടെ നമുക്ക് ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ ഏരിയാസ് ആണെങ്കിൽ മാർക്കറ്റിംഗ് ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണ്,
കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സ് എന്താണ്, പുതിയ പ്രോഡക്റ്റുകൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡിസൈൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നത് അവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് അല്ലേ. മാർക്കറ്റിംഗ്, ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ മസ്റ്റ് വർക്ക് ക്ലോസ്ലി ടുഗദർ ടു സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ദെൻ ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം. ദെൻ ദറ്റ് ഈസ് ഡിസൈൻ ചേഞ്ചസ് ആൻഡ് ടു ഡെവലപ്പ് ആൻഡ് ടു പ്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റ്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് മാർക്കറ്റിംഗ് ക്യാൻ പ്രൊവൈഡ് വാല്യുബിൾ ഇൻസൈറ്റ് ഓൺ വാട്ട് കോമ്പറ്റീറ്റേഴ്സ് ആർ ഡൂയിങ്. Marketing also can supply information on consumer preferences so that design will know the kinds of product and features needed. Operations can supply information about capacities and judge the manufacturability of designs. Operations will also have advance warning of new equipment or skill will be needed for new product or services. Finance people should be included in these exchanges in order to provide information. ലാസ്റ്റ് നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻസ് മസ്റ്റ് ഇൻ്റർഫേസ് ഓൺ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് ഡിസൈൻ, ഫോർകാസ്റ്റിംഗ്, സെറ്റിംഗ് റിയലിസ്റ്റിക് ഷെഡ്യൂൾസ്, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഡിസൈൻ ഡിസിഷൻസ് ആൻഡ് കീപ്പിംഗ് ഈച്ച് അതർ ഇൻഫോംഡ് ഓൺ ദി അതർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അവിടെ നമുക്ക് പറയാനുള്ളത് മാർക്കറ്റിംഗ് ആണെങ്കിലും ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണെങ്കിലും ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണെങ്കിലും ദേ മസ്റ്റ് ഇൻ്റർഫേസ് ദ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് ഡിസൈൻ, forecasting, setting realistic schedules, quality and quantity decisions, and keeping each other information on the other strength and weakness. Next, other functions in operations. ഇനി ഇതുമല്ലാതെ വേറെ ഏതെങ്കിലും ഫങ്ഷൻസ് ഉണ്ടോ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നുള്ളതിൽ ദാറ്റ് ഈസ് അക്കൗണ്ടിങ്. അവിടെ നമുക്ക് എഴുതാവുന്ന അതർ ഫങ്ഷൻസിലെ അതർ ഫങ്ഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതർ ഫങ്ഷൻസ് ഇൻ ഓപ്പറേഷൻസ്, അതർ ഫങ്ഷൻസ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ നമുക്ക് അവിടെ പറയാവുന്ന സബ് പോയിൻറ്റ്സ് ആണ് അക്കൗണ്ടിങ്, ദെൻ നെക്സ്റ്റ് വൺ ഈസ് MIS, Management Information System, MIS, and HRM, Human Resource Management matter, and Public Relations. അതർ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ നമുക്കറിയാവുന്ന മറ്റു പോയിൻറ്റ്സാണ് അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പബ്ലിക് റിലേഷൻസ്. ഓരോന്നും നമുക്ക് എന്താ നോക്കാം. ദെൻ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ലേബർ, മെറ്റീരിയൽ ആൻഡ് ഓവർഹെഡ്സ്, ആൻഡ് മേ പ്രൊവൈഡ് റിപ്പോർട്ട് ഓൺ ഐറ്റംസ് സച്ച് ആസ് സ്ക്രാപ്പ്, ഡൗൺ ടൈം ആൻഡ് ഇൻവെൻ്ററീസ്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സിന് വേണ്ടിയിട്ടോ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സിനൊക്കെ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിലെ ചില ടേംസുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ടായിട്ടുള്ള അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റിന് ഏതൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് ഓഫ് ലേബർ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ദെൻ കോസ്റ്റ് ഓഫ് ഓവർഹെഡ് മീൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ എന്താ പറയുക, മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്സ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ലേബർ, മെറ്റീരിയൽ ആൻഡ് ഓവർഹെഡ്സ്, ആൻഡ് മെനി പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ഐറ്റംസ് സച്ച് ആസ് സ്ക്രാപ്പ് വാല്യൂ, ദെൻ അതുപോലെ തന്നെ ഡൗൺ ടൈം ആൻഡ് ഇൻവെൻ്ററീസ്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമുക്ക് ഏതിലേക്ക് ആവശ്യമാണ്? ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക്. അപ്പോൾ അതർ ഫങ്ഷൻസ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ അക്കൗണ്ടിങ് ക്ലോസ്ലി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ സെക്കൻഡ് വൺ പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളതാണ്.
മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ it is concerned with providing management with the information it need to effectively manage. It must be management information system, MIS. അതായത് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഒരു സ്ഥാപനം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ഇൻഫർമേഷനാണ്, അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇന്ന് ഇൻഫർമേഷൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ ഇറ എന്നാണ് പറയുക. ദെൻ ഇവിടെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 1990 കാലഘട്ടങ്ങളിലൊക്കെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ആവിർഭാവത്തോടുകൂടി പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്പോൾ തന്നെ ഡിസിഷൻസ് എടുക്കാനൊക്കെ ഉതകുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് കൺസേൺ വിത്ത് പ്രൊവൈഡിങ് മാനേജ്മെൻറ്റ് വിത്ത് ദ ഇൻഫർമേഷൻ ഇറ്റ് നീഡ് ടു ഇഫക്റ്റീവ്ലി മാനേജ്. ഇതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് പേഴ്സണൽ ഓർ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. പേഴ്സണൽ ഓർ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, ലേബർ റിലേഷൻസ്, കോൺട്രാക്റ്റ് നെഗോഷിയേഷൻസ്, wage and salary administration, assisting in manpower projections, and ensuring the health and safety to employees. അവിടെ പറയുന്ന പോയിൻറ്റ്സിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം ദെൻ അവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് കൺസേൺ വിത്ത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് പേഴ്സണൽ, വ്യക്തികളെ സെലക്ഷൻ, അതായത് എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ training of personnel, labor relations, contract negotiations, wage and salary, administration, assisting in manpower projections, and ensuring the health and safety of employees. Fourth point, public relations have responsibility of building and maintaining positive public image of the organization. Good public relations provide many potential benefits. കണ്ടോ? Then next one is local department ആവാം. Local department must be consulted on contract of employees, customers, suppliers, and transporters, as well as liability and environmental issues. Last one is purchasing, procurement of raw material. അപ്പോൾ നമുക്ക് ലോക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം, അതുപോലെ തന്നെ ലോക്കൽ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പർച്ചേസിങ്. ഇറ്റ് ഈസ് പർച്ചേസിങ്. ഇതൊക്കെയാണ് അതർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻട്രാക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വിത്ത് അതർ ഏരിയാസ് എന്നുള്ളതാണ്. അതെത്രമാത്രം റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പറയാനുള്ളത് മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പഠിക്കാനുള്ളതാണ്. മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. ഇനി manufacturing and non-manufacturing. Next, manufacturing and non-manufacturing operations. അവിടെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഉണ്ടാവാം, നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഉണ്ടാവാം. മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ഷനാണ്. പ്രൊഡ്യൂസിങ് ഗുഡ്സ് എന്ന് പറയുന്നതാണ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എന്ന് പറയുക. നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിലെ പ്രൊവൈഡ് സർവീസസ്, ഹോസ്പിറ്റൽസ്, അതൊക്കെ നോൺ മാനുഫാക്ചറിങ് സർവീസസാണ്. അത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഓപ്പറേഷൻസ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. Organization can be divided into two categories, that is manufacturing operations and or manufacturing organization and non-manufacturing operations or non-manufacturing organizations, each posing unique challenges for the operation function. അതായത് രണ്ട് ഏരിയയിലും മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ആണെങ്കിലും നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിലാണെങ്കിലും തികച്ചും യൂണിക്കായിട്ടുള്ള ആക്ടിവിറ്റീസാണ് അവിടെ പെർഫോം ചെയ്യേണ്ടത്. ദർ ആർ ടു പ്രൈമർലി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദീസ് കാറ്റഗറീസ്. ദെൻ എന്തൊക്കെയാണ് അവ തമ്മിലുള്ള വ്യത്യാസം? ദറ്റ് ഈസ്
that is, the following categories can be considered to distinguish manufacturing operations with the service operation. First one is tangible, intangible nature of output. സാധാരണ രീതിയിൽ ഒന്നാമത്തെ ഫീച്ചർ മാനുഫാക്ചറിങ്ങിലും നോൺ മാനുഫാക്ചറിങ്ങിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് ടാഞ്ചിബിൾ. then ഇവിടെ ഇൻടാഞ്ചിബിൾ. നിങ്ങൾക്കറിയാം സർവീസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആണ്. അതാണ് മാനുഫാക്ചറിങ് നോൺ മാനുഫാക്ചറിങ് തമ്മിലുള്ള ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി കൺസംപ്ഷൻ ഓഫ് ഔട്ട്പുട്ടിലെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. കൺസംപ്ഷൻ ഓഫ് ഔട്ട്പുട്ട് അതൊരു വ്യത്യാസമാണ്. അതായത് ഡയറക്റ്റ് കൺസംഷനാണ് ഏതിൽ വരുന്നത്, നോൺ മാനുഫാക്ചറിങ്ങിൽ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ടൈലറിങ്, അതൊക്കെ എന്താ പറയുക സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ സർവീസ് പ്രൊവൈഡേഴ്സാണ്. തീർച്ചയായിട്ടും ഡയറക്റ്റ് കോൺടാക്റ്റ് വിത്ത് സർവീസ് കൺസ്യൂമേഴ്സ് ഡയറക്റ്റ്ലി കോൺടാക്റ്റഡ് ടു സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലേ. അവിടെ എഡ്യൂക്കേഷൻ കുട്ടികൾ തീർച്ചയായിട്ടും അത് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പക്ഷേ ഇൻഡയറക്റ്റ് ഇപ്പോൾ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അതൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആരെ തന്നെ കാണുന്ന പോലുമില്ല. ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്ക് പേരിലൊക്കെ അറിയാമെന്നല്ലാതെ അല്ലെങ്കിൽ ഡീലർ നെയിമൊക്കെ അറിയാമെന്നല്ലാതെ അങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് ക്ലോസ്ലി റിലേറ്റഡ് അല്ല. അതാണ് നമുക്ക് പറയാനുള്ള പോയിന്റ്. അവിടെ കൺസംപ്ഷൻ ഓഫ് ഔട്ട്പുട്ട് സർവീസ് ആണെങ്കിൽ അത് ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. നേച്ചർ ഓഫ് വർക്ക് ജോലിയുടെ പ്രകൃതം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിയുടെ ഇപ്പോൾ നേച്ചർ നോക്കിയിട്ട് ഇത് നേച്ചർ ഓഫ് ജോബ് നോക്കിയിട്ട് നമുക്കിത് മാനുഫാക്ചറിങ് ആണോ നോൺ മാനുഫാക്ചറിങ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഡിഗ്രി ഓഫ് കസ്റ്റമർ കോണ്ടാക്ട്. Degree of customer contact. Degree of customer contact. Then fifth point is customer participation in conversion. Customer participation in conversion. Then last point is measurement of performance. Measurement of performance. അപ്പോൾ മാനുഫാക്ചറിങ് ആണോ നോൺ മാനുഫാക്ചറിങ് ആണോ എന്നറിയണമെങ്കിൽ ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ, കൺസംപ്ഷൻ ഓഫ് ഔട്ട്പുട്ട്, നേച്ചർ ഓഫ് ജോബ്, ഡിഗ്രി ഓഫ് കസ്റ്റമർ ഔട്ട്പുട്ട്, കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ആൻഡ് മെഷർമെൻറ്റ്. ഇവിടെ മാനുഫാക്ചറിങ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ടാഞ്ചിബിൾ ഔട്ട്പുട്ട്. മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അതൊരു ടാഞ്ചിബിൾ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് ദാറ്റ് കൺസ്യൂമേഴ്സ് ഓവർ ടൈം, ജോബ്സ് ദാറ്റ് ലെസ് ലേബർ ആൻഡ് മോർ എക്യുപ്മെൻറ്റ്, little customer contact, no customer participation in conversion process, and sophisticated methods of measuring production activities and resource consumption as product are made. അപ്പോൾ അവിടെ ആ ഒരു പാരഗ്രാഫിൽ നമുക്ക് പറയുന്നത് മാനുഫാക്ചറിങ്ങിൻ്റെ വൺ ഓഫ് ദി ഫീച്ചർ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആയിരിക്കും. ഔട്ട്പുട്ട് ദാറ്റ് കൺസ്യൂമേഴ്സ് ഓവർ ടൈം, ഔട്ട്പുട്ട് കൺസ്യൂമേഴ്സ് പിന്നീട് അത് ഉപയോഗപ്പെടുത്തും. ജോബ്സ് ദാറ്റ് യൂസ് ലെസ് ലേബർ ആൻഡ് മോർ എക്യുപ്മെൻറ്റ്, മിക്കവാറും അത് മെഷീനറീസൊക്കെ വെച്ചുകൊണ്ടുള്ള ലേബർ തന്നെ ആയിക്കോളുന്നില്ല, മെഷീനറീസ് കൊണ്ടുള്ള എക്യുപ്മെൻറ്റ് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം. ലിറ്റിൽ കസ്റ്റമർ കോണ്ടാക്ട്, അതായത് പലപ്പോഴും ഇപ്പോൾ കാറ് ബൈക്ക് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും കസ്റ്റമറുമായിട്ട് ഡയറക്റ്റായിട്ട് പ്രൊഡ്യൂസേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. നോ കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ഇൻ കൺവേർഷൻ പ്രോസസ്സ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ ഹെയർ കട്ടിങ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് കസ്റ്റമർ, അവരുടെ കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ പറയുക പ്രൊഡക്ഷൻ ഓഫ് മൊബൈൽ ഫോൺസ്, പ്രൊഡക്ഷൻ ഓഫ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ആരുടെ ആവശ്യമില്ല, കസ്റ്റമറുടെ ആവശ്യമില്ല. അപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റുകളായിട്ട് കാണുമെങ്കിൽ അവിടെ കസ്റ്റമേഴ്സിനായിട്ട് ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല. മാത്രമല്ല റിസോഴ്സ് കൺസംപ്ഷൻ ആസ് പ്രൊഡക്റ്റ് ആർ മെയ്ഡ്. അപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ടാഞ്ചിബിൾ ആയിരിക്കണം, കസ്റ്റമറുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് അല്ല. അതേപോലെ തന്നെ അവിടെ മെറ്റീരിയൽസ്, മെഷീനറീസ് ഇതൊക്കെ ധാരാളം ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. കൺസംപ്ഷൻ എന്ന് പറയുന്നത് ഓവർ ടൈം, അതായത് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എപ്പോഴാണ് അതിൻ്റെ കൺസംപ്ഷൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് മാനുഫാക്ചറിങ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
എന്നാൽ നോൺ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് സർവീസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻടാഞ്ചിബിൾ ഔട്ട്പുട്ട്. സർവീസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് ദാറ്റ് കസ്റ്റമേഴ്സ് കൺസ്യൂംസ് ഇമ്മീഡിയറ്റ്ലി. ദെൻ ഇറ്റ് ഈസ് ഡയറക്റ്റ് കൺസ്യൂമർ കോണ്ടാക്ട്, frequent customer participation in conversion process, and some services are equipments based, namely railroad services, telephone services. Some are people based, namely tax consultant services, hair styling, etc. ഇതൊക്കെയാണ് മിക്കവാറും നമ്മൾ സാധാരണ സർവീസ് എന്ന് പറയുന്നത്. ഇനി ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് സർവീസിന് ഏതൊക്കെ എക്സാമ്പിൾ പറയാം? Hospitals, colleges, theatres, barbershop are examples of non-manufacturing units. എന്നാൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ ഫാക്ടറി, കാർ ഡീലർ ഷോപ്പ്, എക്സെട്ര. ഇതൊക്കെ നമുക്കത് എക്സാമ്പിളായിട്ട് പറയാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ഓർഗനൈസേഷൻസ് ആർ നോട്ട് എ ക്ലിയർ കട്ട് ആസ് ദ മൈറ്റ് അപ്പിയർ. ചിലപ്പോൾ നമുക്ക് ഇത് രണ്ടും മാനുഫാക്ചറിങ് ആണോ നോൺ മാനുഫാക്ചറിങ് ആണോ എന്ന് തരംതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കാറുണ്ട്. മോസ്റ്റ് മാനുഫാക്ചേഴ്സ് പ്രൊവൈഡ് സർവീസസ് ആസ് പാർട്ട് ഓഫ് ദെയർ ഓഫറിംഗ്, ആൻഡ് മെനി സർവീസസ് firms manufacturing physical goods that they deliver their customers on consume during sales service delivery. പലപ്പോഴും സർവീസ് ഡെലിവറിയോടൊപ്പം തന്നെ ഏതുകൂടെ പ്രോഡക്റ്റ് കൂടെ കൊടുക്കുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മാനുഫാക്ചറിങ് ഫർണിച്ചർ may also provide shipment of goods and furniture. On the other hand, barber shop may sell its own line or hair care product. You might not, the General Motors greatest return on capital does not come from the selling cars but rather than post sales parts and services. ചിലപ്പോൾ നമ്മളിപ്പോൾ കാറോ ഒക്കെ നമ്മൾ വിൽക്കുകയാണെങ്കിൽ കൂടെ അതിനെ തുടർന്ന് തന്നെ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ തന്നെ ഡയറക്റ്റ് സർവീസാണ്. അപ്പോൾ പലപ്പോഴും ഇത് മാനുഫാക്ചറിങ് ആണോ നോൺ മാനുഫാക്ചറിങ് ആണോ എന്ന് തരംതിരിക്കാതെ വയ്യ എന്ന് പറയുന്നു. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുന്നത് പോസ്റ്റൽ സർവീസാണ്. Then post office, an automated warehouse or a mail order catalog business. These companies have low customer contact and are capital intensive. അവരെ സംബന്ധിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസൊക്കെ തന്നെയാണെങ്കിലും അത് ക്ലോസ്ലി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള സർവീസ് അല്ല. യെറ്റ് ദേ പ്രൊവൈഡ് സർവീസ് വി കോൾ ദീസ് കമ്പനീസ് ക്വാസി മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നമ്മൾ പറയാം ക്വാസി മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുക. നിങ്ങൾക്ക് ഏകദേശം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാവുക. അതായത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻട്രാക്ഷൻസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് വിത്ത് അതർ ഏരിയാസുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഇൻറ്റു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ദെൻ ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെയായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പിന്നെ അതർ ഫങ്ഷണൽ ഏരിയാസ് നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, HRM, പബ്ലിക് റിലേഷൻസ്, ലോക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് പർച്ചേസിങ്. ഇതൊക്കെയാണ് പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ്. പിന്നെ ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ കൺവേർഷൻ പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഫീഡ്ബാക്കിനെ കുറിച്ചും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ, മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് യൂണിറ്റുകളുടെ പ്രത്യേകത എന്താണ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ സർവീസസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ക്വാസി മാനുഫാക്ചറിങ് സർവീസസ് എന്ന് പറയുന്നത് എന്താണ്. ഇത്രയും ഡിഫറൻസുകളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആണ്. അതിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. essay ക്വസ്റ്റ്യൻസിൽ വാട്ട് ഈസ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഒരു 13 ക്വസ്റ്റ്യനോട് കൂടിയിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. 13 പോയിൻറ്റ്സോട് കൂടിയിട്ട്, ക്വസ്റ്റ്യൻ അല്ല, 13 പോയിൻറ്റ്സോട് കൂടിയിട്ട് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, essay ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേപോലെ തന്നെ വാട്ട് ആർ ഓപ്പറേഷൻസ്, എക്സ്പ്ലെയിൻ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഓപ്പറേഷൻ, state the various elements of operation strategy, discuss the main issue on the operation strategy is focused. Then next one is explain the objectives of operations management, distinguish between manufacturing and non-manufacturing operations. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനി 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, what is operations management, mention the different forms of input transformation, what is meant by operation strategy, what is product design, process design, material handling, plant layout, what do you mean by manufacturing operations, what do you mean by operations, and state any 3 features of operations.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു ആൾ.